ഹേയ് വാട്ട്സപ്പ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇത് ഏറെ നാൾക്ക് ശേഷം നമ്മളൊരു ഈവനിങ് റൈഡായിട്ട് ഇറങ്ങിയേക്കോ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു സൺസെറ്റ് റൈഡ് എന്നൊക്കെ പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുമരകത്തൊരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ലൊക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചീപ്പുങ്കല കേട്ടോ. അപ്പം ഇതേ സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ കവർ ചെയ്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം പെരുവയാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് റൈഡൊക്കെ വരുമ്പോൾ നിർത്തുന്ന ഒരു സ്പോട്ടാട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് കണ്ടോ, പിന്നെ ഇവിടെ ഒരു ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് സ്പോട്ടിൽ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ തലയിൽപ്പറമ്പ് പോകും. അപ്പോൾ മേ ബി അവിടെ നിന്ന് ഒരാളും കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നേരെ വൈക്കം പോകും. എന്നിട്ട് അവിടെ നിന്ന് നേരെ വെച്ചൂര് എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. ബണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ലൊക്കേഷനാണ്. വെച്ചൂരിൽ നിന്ന് നേരെ നമ്മൾ കുമരകത്ത് നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ. അങ്ങനെ നമ്മൾ തലയോലപ്പറമ്പിൽ നിന്ന് വടയാർ എത്തി കേട്ടോ. നമ്മുടെ കൂടെ അഖിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ വൈക്കം. ഇങ്ങനൊരു വീട് പലർക്കും അറിയാതിരിക്കും കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആർക്കും വേണ്ടാണ്ട് എന്തോ ജപ്തിയൊക്കെ അടിച്ച് കിടക്കുമെന്ന് തോന്നുന്നു. അങ്ങനത്തെ നമ്മൾ വൈക്കത്തു നിന്ന് ലെഫ്റ്റ് എടുത്ത് കുമരകം ആലപ്പുഴ റൂട്ടിൽ കയറി കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് തോട്ടുവക്കം. അപ്പോൾ നമ്മുടെ ആലപ്പുഴ റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ഉണ്ടോ, ഇതുണ്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. പിന്നെ ഈ വലിയ മരങ്ങളൊക്കെ നല്ല നൈസാട്ടോ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഈ റൂട്ടൊക്കെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ്. ഒരു ചെറിയ പാലമൊക്കെ, ഇത് വലിയ പാലം. ചവിട്ടിക്കോ. ഏതോ അമ്പലത്തിൽ ഉത്സവം ഉണ്ടോ ഗൈസ്, ആനയൊക്കെ പോകുന്നുണ്ടോ. അടി ഹോണടി ആര് കേക്കാൻ. ടയറിൻ്റെ അടിയിൽ പോകും. മോനെ ബ്ലോക്ക് നമ്മൾ നേരെ പോരുന്ന കുമരകം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഉള്ള ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താൽ തണ്ണീർമുക്കം ബണ്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഒരു അന്യായ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നല്ല റോഡ് കിട്ടിയേക്കോട്ടോ. കുമരകം റൂട്ടിൻ്റെ വൈപ്പിലേക്ക് കയറിയെന്ന് തോന്നുന്നല്ലേ. മരങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു ബജിക്കടയാണോ ഇവിടെ കാണുന്നത്? മീൻകടയാണോ ബജിക്കടയാണോ? മീൻകടയാണോ ബജിക്കടയാണോ? മീൻ പഴം വെച്ച അട, വെറൈറ്റി ഇലക്കും ബൂസ്റ്റ്. അങ്ങനെ നമ്മളൊരു ചായയും ഒരു ബോളിയും കഴിച്ചിട്ട് വീണ്ടും പോവാട്ടോ. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോടെ ഉണ്ടാവും. ഇതാണ് ചീപ്പുങ്കൽ പാലം. ചവിട്ടി വിട് പാപ്പാ. ഇത് തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന ആ വഴി.
ഹൗസ് ബോട്ട് 1500 പെർ അവർ. എടാ ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ പെർ അവർ ആണോ? 1500 പെർ അവർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത് ചിലപ്പോൾ ജസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് കയറിയിട്ട് പോകാനുള്ളവർക്കായിരിക്കും. ഇപ്പോൾ 1-2 മണിക്കൂറൊക്കെ ആണല്ലോ അല്ലേ? ഫുഡൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ. അല്ലാതെ എടുക്കൂടെ പാക്കേജ്, ഫുൾ ഡേ ഒക്കെ എടുക്കും. ഇവിടെ ഫുള്ള് ഹൗസ് ബോട്ടുകളുടെ ഒരു ഏരിയ കേട്ടോ. അവിടെ വലിയ റിസോർട്ടൊക്കെ ഉണ്ടല്ലോ. കുമരകം ബാക്ക് വാട്ടേഴ്സ്. ഇത് നേരെ ഇന്ന് കായലിൽ കയറും. ഇത് കോൺക്രീറ്റും കൂടി ചെയ്യുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നേരത്തെ മറ്റേ പൊട്ടി നേരത്തെ പൊട്ടി പൊളിഞ്ഞാണ്ട് കിടക്കുവാനെന്ന് തോന്നുന്നു. ഇപ്പോൾ സെറ്റ് വഴിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൂടെ പട്ടിയുണ്ടേ. കിടന്നോ. വഴി തീരുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ആക്ച്വലി വഴി തീർന്നിട്ടില്ല. ഒരു മരം വരുന്നുണ്ടേ. ഇത് വിഷയമാണല്ലോ. യെസ്, തുറമുഖം. തുറന്ന സ്ഥലം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചവിട്ടി വന്ന ഒരു ചെറിയ തോടുണ്ടോ, അതിങ്ങനെ വന്നിട്ട് കാലുമായിട്ട് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം മീൻ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അതുപോലെ ഇന്നിപ്പം ദിവസമായതുകൊണ്ട് ആൾക്കാർ കുറവാട്ടോ. ഇല്ലെങ്കിൽ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടുമൊക്കെ പോകാം, ഹൗസ് ബോട്ടുകളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു തെങ്ങുംതോപ്പാന്ന് തോന്നുന്നു. ഒറ്റ ബോട്ടേ ഉള്ളൂ അവിടെ. വീക്കെൻഡൊക്കെ ആകുമ്പോൾ കുറേ ബോട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് അവിടെയൊക്കെ നെൽപ്പാടങ്ങളാണ്, എല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ട് കിടക്കണം. എനിക്ക് തോന്നുന്നതേ താഴത്തുനിന്ന് മറ്റേ ചെളി വാരി ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാര്യം പറഞ്ഞാൽ സൺസെറ്റൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ ചെറിയൊരു കളറുണ്ട് കേട്ടോ. എന്നാലും എല്ലാ ദിവസവും അത്രയും നമ്മൾ പ്രതീക്ഷ അത്രയൊരു കളർ ഉണ്ടായില്ല. അപ്പോൾ നല്ല ഇരുട്ടായി. മച്ചൻ്റെ ലൈറ്റില്ല, ഞങ്ങൾ ഒറ്റ ലൈറ്റിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ 38 കിലോമീറ്റർ കേട്ടോ വൺ സൈഡ്. അപ്പോൾ സമയം 7 മണി, നമ്മളിനി റിട്ടേൺ അടിച്ചേക്കാം. എൻ്റെ മോനെ കാട്. ബൈ ബൈ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പീസ് ഔട്ട്.